നാടിനെ നടുക്കിയ തിരുവാതുക്കൽ ഇരട്ടക്കൊലയിൽ അടിമുടി ദുരൂഹത. 2017 മകന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് വിജയകുമാർ മീര ദമ്പതികളും കൊല്ലപ്പെട്ടത്. ഇരു കേസുകളിലെയും ദുരൂഹത നീക്കാൻ കൃത്യമായ അന്വേഷണം വേണമെന്ന് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ടി ആസഫ് അലി ആവശ്യപ്പെട്ടു. ഇപ്പോൾ കൊല്ലപ്പെട്ട വിജയകുമാർ പോലീസ് പരാതി കൊടുക്കുന്നു, മകനെ കാണുന്നില്ല. റെയിൽവേ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് റെയിൽവേ ട്രാക്കിൽ അദ്ദേഹത്തെ കാണുന്നു, ട്രാക്കിൻ്റെ സൈഡിൽ. ആ CBI അന്വേഷണത്തിന് ഉത്തരവിറക്കി 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ആ കേസ് നടത്തിയ, ആ കേസിന് വേണ്ടി നിയമ പോരാട്ടം നടത്തിയ മാതാപിതാക്കളെ ഇന്ന് കൊല്ലപ്പെട്ടതായി കാണുന്നു. പോലീസ് അന്വേഷണം പിഴച്ചത് കൊണ്ടാണ് കേരള ഹൈക്കോടതി CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് CBI അന്വേഷണത്തിന് ഉത്തരവിറക്കിയത്. കൊലപാതകമാണെന്നുള്ള ആശങ്ക അറിയിച്ചിരുന്നു. 2 കേസും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇരട്ടക്കൊലപാതകത്തിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടത്തുന്നുണ്ട്. വിജിലൻസ് ആ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ടോബി, ഇതിൽ കസ്റ്റഡിയിൽ ഒരാൾ ഉണ്ടെന്ന് പോലീസ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും നേരത്തെ ആ വീട്ടിൽ ഒരു ജോലിക്കാരനായി ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി, അയാൾ അസ്സാമോ ബംഗാളിൽ നിന്നുള്ളയാളോ അസമിൽ നിന്നുള്ളയാളോ എന്ന് സംശയിക്കുന്നു, കസ്റ്റഡിയിലുണ്ട്. അയാളുടെ പങ്ക് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഇതിനോടകം കിട്ടിയിട്ടുണ്ടോ? പ്രതി എന്ന് ഉറപ്പിക്കാറായിട്ടുണ്ടോ? അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കേസിൽ ഒരാൾ പ്രതിയാണെന്ന് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പോലീസും അത്തരത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. ഈ ഇദ്ദേഹത്തിനെതിരെ, അതായത് ഈ മരണപ്പെട്ട വിജയകുമാറിനും ഭാര്യയ്ക്കുമെതിരെ ആർക്കൊക്കെ വൈരാഗ്യമുണ്ടായിരുന്നു, വ്യക്തിവൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഏതെങ്കിലും സാധ്യതയുള്ള ആളുകളാണോ ഈ കുറ്റകൃത്യം നടത്തിയതെന്നൊരു സംശയമാണ്. ആ ചോദ്യം ഉയരുമ്പോഴാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള, ഇവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയിലേക്ക്, അസം സ്വദേശിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആ വ്യക്തിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. നേരത്തെ ഒരു കേസിൽ, ഒരു മൊബൈൽ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ വ്യക്തി ഇവിടെ എത്തി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കൂടിയുണ്ട്. ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പണം ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും അത് നടന്ന ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്പസമയം മുമ്പ് വന്ന വാർത്ത. അതായത് 2017 മകന്റെ മരണത്തിൽ വലിയൊരു ദുരൂഹതയുണ്ടായിരുന്നു. ആ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച് 2 മാസമാകുമ്പോഴാണ് ഈ ഒരു മരണം നടക്കുന്നത്. അങ്ങനെ അടിമുടി ദുരൂഹതയുണ്ട് ഈ സംഭവത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ ഈ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് വിജിലൻസ് സംഘം കൂടി ഇവിടേക്ക് എത്തിയത്. വിജിലൻസ് സംഘം എത്തിയതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത്, സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയാണ് കോട്ടയം വിജിലൻസ് സംഘത്തെ കൂടി വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാണുന്ന വലിയ മതിൽക്കെട്ട് ചാടിക്കടന്നാണ് പ്രതി ഉള്ളിൽ കയറിയത് എന്നുള്ളൊരു പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാതിലിന് സമീപത്തായിട്ട് ചില്ലിട്ട ഒരു വശമുണ്ട്, ഒരു ജനലുണ്ട്. ആ ജനലിൽ ദ്വാരമുണ്ടാക്കിയാണ് വാതിൽ തുറന്ന് അകത്ത് ഈ പ്രതി കയറിയത് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രതിയുടെ എന്ന് സംശയിക്കുന്ന ചില കാൽപ്പാടുകൾ ഈ മതിലിന്റെ ഭാഗത്തായിട്ട് കണ്ടെത്തിയതായി നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ചില പേരുകൾ ഈ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൂടി കാണിക്കാം. അമിത് എന്ന് പറയുന്ന ഒരു പേര് ഈ ഭിത്തിയിൽ 1-2 സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുകൂടി വല്ലമാണോ പ്രതി ചാടിക്കടന്നത് എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അമിത് രാജേഷ് എന്ന് പറയുന്ന ഒരു പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പേരും ഈ അമിത് എന്ന് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വല്ലതും വന്ന് നിന്ന് ഇങ്ങനെ പേരെഴുതിയതാണോ എന്നൊരു സംശയം ഉണ്ട്. പോലീസ് അതിലേക്ക് അന്വേഷണം കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഇവിടെ എത്തി പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. ഈ കാൽപ്പാടുകൾ കൂടി ഈ സമീപത്ത് കാണാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ പോലീസ്, നേരത്തെ നമ്മൾ പറഞ്ഞ ആ വാർത്ത കറക്റ്റാണ്. അതായത് ഈ മതിൽ ചാടിക്കടന്നാണ് പ്രതി ഈ കോമ്പൗണ്ടിലേക്ക് കയറിയത്. അതിനുശേഷം ആ ഡോറിന് സമീപത്തുള്ള ജനലിന്റെ ചില്ല് തകർക്കുകയല്ല, അത് മുറിച്ചു മാറ്റിയിട്ടാണ് ഈ ഡോർ തുറന്നത് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിലാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ പല മാനങ്ങളുണ്ട്. ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കുന്നു. അതോടൊപ്പം തന്നെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നു. അങ്ങനെ വ്യത്യസ്ത മേഖലകളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്ത സാധ്യതകൾ തേടി, വിശദാംശങ്ങൾ തേടിയാണ് പോലീസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഡോഗ് സ്ക്വാഡ്
അല്പസമയം മുമ്പാണ് എത്തിയത്. ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന ആരംഭിച്ചു. ടോബി, ഒരു കാര്യമുള്ളത്, ഇതിലിപ്പോൾ വിജിലൻസ് അവിടേക്ക് എത്തിയെന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വ്യവസായിയാണ്, ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അപ്പോൾ ആ നിലയിൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നയാളാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ വിജിലൻസ് അവിടേക്ക് എത്തിയത്? സാധാരണ ഒരു കൊലപാതകം നടന്ന വീട്ടിലേക്ക് വിജിലൻസ് സംഘത്തിന് എത്തേണ്ട സാഹചര്യം ഇല്ലല്ലോ. അല്ലാതെ തീർച്ചയായിട്ടും എന്തായാലും അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് എന്തായാലും അത് സംബന്ധിച്ചുള്ള വ്യക്തത നമുക്ക് നൽകിയിട്ടില്ല. പക്ഷേ കോട്ടയം വിജിലൻസ് യൂണിറ്റിലെ ഡിവൈഎസ്പി ഇവിടെ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ കാണുകയും ചെയ്തതാണ്. നമ്മൾ ചോദിച്ചപ്പോൾ ചില അന്വേഷണങ്ങൾ ഉണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സാമ്പത്തിക ഇടപാടുകളൊക്കെ നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രമുഖ വ്യവസായിയാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുമ്പോൾ, ഒരു പ്രമുഖ വ്യവസായി മരണപ്പെടുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. പോലീസ് സാധാരണ അതെല്ലാം അന്വേഷിക്കാറുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന്റെ ട്രാൻസാക്ഷൻസും മറ്റും പരിശോധിക്കുന്നതിന് വേണ്ടിയാകാം ഒരുപക്ഷെ ഈ വിജിലൻസ് സംഘം കൂടി എത്തിയിരിക്കുന്നത്. കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. എന്തായാലും ബന്ധുക്കൾ കൂടി അകത്തുണ്ട്. അവരുടെ മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു, പ്രാഥമിക മൊഴി. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാകാം വിജിലൻസ് സംഘത്തെ അടക്കം വിളിച്ചു വരുത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇൻക്വസ്റ്റിലേക്ക് പോലീസ് നിലവിൽ കടന്നിട്ടില്ല. ശാസ്ത്രീയ പരിശോധനകളാണ് നടക്കുന്നത്. ഫോറൻസിക് സംഘത്തിന്റെ വിശദമായിട്ടുള്ള പരിശോധനയുണ്ട്. അതിനുള്ള കാരണം അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. മുഖം അടിച്ച് തകർത്ത്, അതായത് കോടാലി കൊണ്ട് മുഖത്തടിച്ച ആ മുഖം വികൃതമാക്കിയ രീതിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് എന്ന് പറയുമ്പോൾ തന്നെ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. ഈ മൃതദേഹങ്ങൾ നഗ്നരാക്കിയ രീതിയിലാണ് കടന്നിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു വൈകൃതവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്രയും ക്രൂരമായി ഒരു കൊലപാതകം നടത്തണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യം ഇവരോടുള്ളവരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ 3 സാധ്യതകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുമായി ബന്ധപ്പെട്ടുള്ളത്, അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത്, ഒപ്പം തന്നെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ടത്, ഈ 3 സാധ്യതകൾ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ടോബി, ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ മകൻ ഗൗതം കൊല്ലപ്പെട്ടത് 2017-ലാണ്. അന്ന് പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. അതിൽ ഒരു കൊലപാതക സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് കുടുംബം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതിലൊരു ഉത്തരം കിട്ടിയില്ല. അവർ ഒരു നിയമ പോരാട്ടം നടത്തുന്നു കോടതിയിൽ. ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നു 2-3 മാസം മുമ്പ്. അതിൽ CBI പ്രാരംഭ പരിശോധന തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ആ അന്വേഷണം തുടങ്ങിയ ഒരു ഘട്ടത്തിൽ ആ കേസിന്റെ നിയമപോരാട്ടം നടത്തിയ അച്ഛനും അമ്മയും കൊല്ലപ്പെടുന്നു. ഇപ്പോൾ നേരത്തെ T. ആസഫ് അലി, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അദ്ദേഹം ആ കേസ് നിരീക്ഷിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്, അതുകൂടി പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഉറപ്പായും ആ ദിശയിലും അന്വേഷണം നടക്കേണ്ടതാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും 2017 നടന്ന ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഒരു ആത്മഹത്യയായിരുന്നു എന്നുള്ള രീതിയിലാണ് പോലീസ് അത് അന്ന് കണ്ടത്. ഒപ്പം തന്നെ ഇവരുടെ മാതാപിതാക്കളുടെ പരാതി കൂടി വന്ന സാഹചര്യത്തിലാണ് ഒരു അസ്വാഭാവിക മരണത്തിന് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. തുടർന്ന് ഇവർ തന്നെ, മാതാപിതാക്കൾ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ കോട്ടയം SP പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം.